ക്ഷേമ പെൻഷൻ നമ്മൾ ഓർക്കേണ്ടത് 3000 രൂപ എന്ന് 2021 വാഗ്ദാനം നൽകിയപ്പോൾ അധികാരമേറ്റ ആളുകളുണ്ട്. അത് 2026 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അത് 2500 കൂട്ടിക്കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 500 രൂപ അവർക്കൊരു ഭാരമില്ലാണ്ട് 2 മാസം കൂട്ടിക്കൊടുത്തു. ഇതൊരു പൂർണ്ണ ബഡ്ജറ്റ് എന്നതിനേക്കാൾ ഒരു വിഷൻ ബഡ്ജറ്റാണ്. ഇതിലൊരു വിഷൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം എന്താണ് എന്നതാണ് പ്രധാന ചോദ്യം. ഇതിലെ വിഷൻ പണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ പുരോഹിതൻ ആയിരുന്ന ബിഷപ്പ് മാർ കുർലോസ് തിരുമേനി, ഗിരിവർഗീസ് മാർ കുർലോസ് തിരുമേനി ഒരു കമന്റ് പറഞ്ഞിട്ട്, ഇടത്തോട്ട് സിഗ്നൽ ഇട്ട് വടത്തോട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ. സതീശൻ അത് മാറ്റി, സതീശൻ വലത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുക. അത് തീരുമാനിച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇത്ര ലിറ്റർ പെട്രോൾ ഡീസൽ വെച്ച് നിങ്ങൾക്ക് കിട്ടും, വില കുറച്ച്. അവർക്ക് വേണമെങ്കിൽ ടാക്സ് ഒഴിവാക്കി കൊടുക്കാം. കാരണം അവര് നിലനിൽക്കണമല്ലോ. കേരളത്തിൽ പ്രൈവറ്റ് ബസ്സല്ലേ കൂടുതൽ, സർക്കാർ ബസ്സല്ലല്ലോ. അപ്പൊ അവര് നിലനിൽക്കണമല്ലോ. ആ അർത്ഥത്തിൽ വരണം. മറ്റൊന്ന് ഈ ബജറ്റിലെ ഞാൻ കണ്ട ഒരു പോസിറ്റീവായ ഒരു കാര്യം, നമ്മൾ പബ്ലിക് സെക്ടറിനെ പറ്റി പറയാറുണ്ട്. പൊതുമേഖല എന്തോ വിശുദ്ധ പശുവാണ് എന്ന രൂപത്തിൽ പറയാറ്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി സതീശൻ പറഞ്ഞു ഒരു ഡാറ്റ വളരെ പ്രധാനം. ആ ഡാറ്റ എന്താണ്? കഴിഞ്ഞ 10 വർഷമായി ഒരു പുതിയ തൊഴിലവസരം പോലും നൽകാത്ത പബ്ലിക് സെക്ടറിന് എന്തിനാണ് സർക്കാർ പണം കൊടുക്കുന്നത്? ഇതൊന്നും അല്ലാതെ അലവലാതി പബ്ലിക് സെക്ടറുകൾ ഒരുപാട്. ഇപ്പൊ പബ്ലിക് സെക്ടർ ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും ഉപയോഗിച്ചിട്ടുള്ളത്, അവനവന്റെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ, MLA മന്ത്രിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളെ പബ്ലിക് സെക്ടർ ചെയർമാനോ എന്തെങ്കിലും ആക്കും. ഒരു കാറ് കിട്ടും, കുറെ ഓട്ടം കിട്ടും, ഒരു ഡ്രൈവർ കിട്ടും, ചിലപ്പോൾ ഒരു ഫ്ലാറ്റും കിട്ടും, താമസമുണ്ട്, അടിപൊളി തീയം കിട്ടും. ഇപ്പൊ സതീശനെ പറ്റിയൊരു വാദം ഉണ്ടല്ലോ, സതീശൻ അദാനിയെ കണ്ടിട്ടില്ല. ഞാൻ പറയില്ല, എനിക്ക് സതീശനെ ഭവിച്ചേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അദാനി AKG സെന്ററിൽ വന്ന കാര്യം നമ്മൾ മറന്നുപോയി. ഗൗതം അദാനി AKG സെന്ററിൽ വന്ന് ചർച്ച നടത്തിയതിനു ശേഷമാണ് വിഴിഞ്ഞം പദ്ധതി ഇടതുപക്ഷ സർക്കാരിന് സ്വീകാര്യമായത്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കഴിഞ്ഞ ദിവസം സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അധികാരത്തിലേറി 1 മാസം കൊണ്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാനാകുന്നത് ഒരു ജനപക്ഷ സർക്കാരാണ്, ജനകീയ സർക്കാരാണ്. 1 മാസം കൊണ്ട് ഒരു സർക്കാരിനെയും വിലയിരുത്താനാകില്ല. എന്നിരുന്നാൽ പോലും ആദ്യത്തെ 1 മാസം കണക്കിലെടുക്കുമ്പോൾ ജനപക്ഷ സർക്കാരാണ്, ജനകീയ സർക്കാരാണ്. കഴിഞ്ഞ ദിവസം സഭയിൽ വെച്ച ബജറ്റും ഏകദേശം ജനകീയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ജനപക്ഷ ബജറ്റ് എന്നൊക്കെ പറയാനാകും. പക്ഷെ മറുവശത്ത് ഒരു ചോദ്യമുണ്ട്. VD സതീശൻ വിസ്മയം തീർക്കുമെന്നാണ് സർക്കാർ ജീവനക്കാരടക്കം പ്രതീക്ഷിച്ചത്. സർക്കാർ ജീവനക്കാർക്ക് അവർ കരുതിയ രീതിയിലുള്ള ഒരു വിസ്മയവും സൃഷ്ടിക്കാൻ VD സതീശന് കഴിഞ്ഞിട്ടില്ല. പിന്നെ കേരളത്തിൽ സഭയിൽ ധവളപത്രം വെക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ തുകകൾ വേണ്ട കാര്യങ്ങളാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിയിൽ ഉയർത്തിക്കാട്ടിയ KSRTC ബസ്സിന് 600 കോടി രൂപ നൽകുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞ 2 വാഗ്ദാനം, ഒന്ന് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ 3000 രൂപയാകും. കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ അതിനെപ്പറ്റി ഒന്നുമേ മിണ്ടിയിട്ടില്ല. പിന്നെ പ്രതിമാസം പെൺകുട്ടികൾക്ക് 1000 രൂപ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നു, അതിനെപ്പറ്റിയും മിണ്ടിയിട്ടില്ല. അപ്പൊ ഈ ബജറ്റ് നടപ്പിലാക്കാൻ കഴിയുന്ന ബജറ്റാണോ, അതോ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ വെറും നടപ്പിലാക്കാൻ പറ്റാത്തൊരു ഗ്യാരണ്ടി ബജറ്റാണോ? അല്ല, നേരത്തെ പറഞ്ഞതുപോലെ സൗബണ്ണിക പറഞ്ഞത് കറക്റ്റാണ്. 1 മാസമായിട്ടുള്ള സർക്കാർ വന്നിട്ട് ഒരു പുതിയ ബജറ്റ് ഉണ്ടാക്കുന്നതിന് പകരം നിലവിൽ മുമ്പ് നിയമസഭയിൽ അവതരിപ്പിച്ച ഇടതുപക്ഷത്തിന്റെ ബജറ്റ് റിവൈസ് ചെയ്യാണ് താത്വികമായി ചെയ്യുന്നത്. 1 മാസം കൊണ്ട് ഇവിടുത്തെ എല്ലാ അവരുടെ ഇന്ദിരാ ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ഗ്യാരണ്ടികളോ പറഞ്ഞ വാഗ്ദാനങ്ങളോ 1 മാസം കൊണ്ട് നടപ്പാക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നാമത്, നമ്മളൊരു സർക്കാരിൻ്റെ ഒരു പ്രകടന പത്രിക 5 വർഷത്തേക്കാണ്. 5 വർഷം കൊണ്ട് ഇതെങ്ങനെ പൂർത്തിയാക്കും എന്നതാണ് ചോദ്യം. അത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവർ തീർച്ചയായും ഉത്തരം പറയുക തന്നെ വേണം. പക്ഷെ ചില പദ്ധതികൾ ലോങ് ടൈം ആണ്, ചില പദ്ധതികൾ ഷോർട്ട് ടൈം ആണ്. ഉദാഹരണത്തിന് ഇന്ദിരാ ഗ്യാരണ്ടി ബസ് യാത്ര, അത് ഷോർട്ട് ടൈം ചെയ്യാവുന്ന ഒരു കാര്യമാണ്, വളരെ പെട്ടെന്ന് ചെയ്യാം. അതിൻ്റെ പഠനം നടത്തി ആ പരിപാടി ആരംഭിച്ചു, അതിന് വേണ്ട ഫണ്ട് ബജറ്റിൽ നീക്കി വെച്ചു. അത് കൂടുതലോ കുറയോ എന്നുള്ളത് നമുക്ക് വന്നിട്ട് കാണാം. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതി. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പദ്ധതിയാണ്. കാരണം അത് 1 ദിവസം കൊണ്ട് നടപ്പാക്കാവുന്നതല്ല. വലിയ ഒരു പഠനം വേണം. അതിൻ്റെ ഒരു DPR തയ്യാറാക്കാനുള്ള പൈസ മാത്രമേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. നമ്മളത് അങ്ങനെ കാണും. പിന്നെ പറഞ്ഞ പല വാഗ്ദാനങ്ങളും ഈ 1ാമത്തെ ബഡ്ജറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് കാരണം വളരെ വ്യക്തമാണ്. അവരുടെ വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്ന പദ്ധതികളൊന്നും ഇതിൽ വന്നിട്ടില്ല, കൂടുതൽ വരുമാനം. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ പ്രാവർത്തികമാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം വരവിനേക്കാൾ വളരെ കൂടുതൽ ചെലവ് വരുമ്പോൾ എങ്ങനെ വരും ഇതൊക്കെ എന്നുള്ളത്, ആ ചോദ്യങ്ങളൊക്കെ വരും. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഇനീഷ്യൽ ബഡ്ജറ്റ് എന്ന ആനുകൂല്യമാണ്
നമ്മളിപ്പോൾ സതീശന് നൽകുന്നത്. ഇനി ജീവനക്കാരുടെ പ്രശ്നം, തീർച്ചയായിട്ടും അതെ, ജീവനക്കാരുടെ DA കുടിശ്ശിക ഇല്ലാതെ ഇനി കൊടുക്കുമെന്നാണ് അത് പറയുന്നത്. 2021 മുതൽ കുടിശ്ശികയായി ഉള്ള DAയും DRഉം അപ്പോൾ അത് നിൽക്കുന്ന ഘട്ടത്തിലാണ്. ജീവനക്കാർ ജനുവരി മുതൽ കൊടുത്ത റിവിഷൻ പോലും അതിൻ്റെ കുടിശ്ശിക പോലും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിൽ റിവൈസ് ചെയ്തതിൻ്റെ പോലും കുടിശ്ശിക കൊടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജീവനക്കാർ പ്രതീക്ഷിക്കും, അവരോട് വിസ്മയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിസ്മയം ആദ്യത്തെ ബഡ്ജറ്റിൽ മാത്രം ഇതെല്ലാം കൂടി ഉണ്ടാവണമെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഒരു ഗ്യാരണ്ടിക്കുള്ള പൈസയാണ് ഇത്തവണ ശരിക്കും നീക്കി വെച്ചിട്ടുള്ളൂ. പെൺകുട്ടികളുടെ പഠിക്കുന്ന പെൺകുട്ടികൾക്കുള്ള 1000 രൂപ, അതുപോലെ ക്ഷേമ പെൻഷൻ നമ്മൾ ഓർക്കേണ്ടത് 3000 രൂപ എന്ന് 2021 വാഗ്ദാനം നൽകിയപ്പോൾ അധികാരമേറ്റ ആളുകളുണ്ട്. അത് 2026 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അത് 2500 ആക്കി കൂട്ടിക്കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 500 രൂപ അവർക്കൊരു ഭാരമില്ലാണ്ട് 2 മാസം കൂട്ടിക്കൊടുത്തു. 5 കൊല്ലം കൊണ്ട് പോലും അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് പോലും 3000 ആക്കാൻ കഴിയാത്ത സ്ഥലത്താണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. തീർച്ചയായും ജീവനക്കാർക്ക് അവരുടെ കുടിശ്ശികയെങ്കിലും ഇപ്പോൾ ജനുവരി മുതലുള്ള കുടിശ്ശികയെങ്കിലും കിട്ടുമെന്നവർ പ്രതീക്ഷിച്ചു. 2% എന്തുമാണ് അത് കിട്ടാത്തത്, അവർക്ക് നിരാശയുണ്ടാവും. അത് വരാം. പക്ഷെ അതിനെ എതിർക്കുന്നവർ എന്താ വെച്ചാൽ 21 മുതലുള്ള DA കൊടുക്കാത്തതിന് ഈ ഗവൺമെന്റ് ഉത്തരവാദിയാണ് എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷനാണ്. ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ തന്നെ ഒരു ഗതിയില്ലാത്തൊരു കമ്മീഷനായിരുന്നു ഞാൻ അന്നേ വിചാരിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം എല്ലാ വിഷയം അന്വേഷിക്കാൻ ഒരാളേ ഉള്ളൂ കേരളത്തിൽ. അത് മുല്ലപ്പെരിയാറിൻ്റെ വിഷയമായാലും മറ്റേ വേറെന്തായാലും മറ്റേ മുനമ്പം വിഷയമായാലും ഒരു ആളെ അന്വേഷിക്കുക എന്നുള്ള ഒരു കമ്മീഷൻ വെക്കുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഏതായാലും കമ്മീഷൻ കാലഹരണപ്പെട്ടു പോയി. പുതിയ കമ്മീഷനെ വെക്കുന്നുണ്ട്. പെൻഷൻ പദ്ധതിയെക്കുറിച്ച് UDFിനൊരു നിലപാടുണ്ട്. ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വരും. ചുരുക്കത്തിൽ ഞാൻ കാണുന്നത് ഇതൊരു പൂർണ്ണ ബഡ്ജറ്റ് എന്നതിനേക്കാൾ ഒരു വിഷൻ ബഡ്ജറ്റാണ്. ഇതിലൊരു വിഷൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം എന്താണ് എന്നതാണ് പ്രധാന ചോദ്യം. ഇതിലെ വിഷൻ ഒരു പണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ പുരോഹിതൻ ആയിരുന്ന ബിഷപ്പ് മാർ കുർലോസ് തിരുമേനി, ഗിരിവർഗീസ് മാർ കുർലോസ് തിരുമേനി ഒരു കമന്റ് പറഞ്ഞിട്ട്, ഇടത്തോട്ട് സിഗ്നൽ ഇട്ട് വടത്തോട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ. സതീശൻ അത് മാറ്റി. സതീശൻ വലത്തോട്ട് സിഗ്നൽ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുക. അത് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം പണി ഇടതുപക്ഷം ചെയ്തു നമ്മൾ ആലോചിച്ച് നോക്കൂ. ലണ്ടനിൽ പോയി മണിയടിക്കുന്നു, അമേരിക്കയിൽ കസേരയിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തുന്നു, നിക്ഷേപ സംഗമം നടത്തുന്നു, എന്തെല്ലാം നടത്തി. ഏതെങ്കിലും വിധത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നോ? കാര്യമായിട്ട് വന്നില്ല. വന്നതാകെ വിഴിഞ്ഞമാണ്. അത് UDF കാലത്ത് ഒപ്പിട്ട വിഴിഞ്ഞമാണ്. വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നില്ല. കൊണ്ടുവന്ന പദ്ധതികൾ പൊളിഞ്ഞു പോവുകയും ചെയ്തു. കേരളയിൽ പോലെയുള്ള പദ്ധതികൾ പൊളിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് തുടക്കം മുതൽ അത് കോൺഗ്രസിൻ്റെ ഒരു സമീപനമുണ്ട്. സ്വകാര്യ മൂലധനത്തിന് അവരെതിരല്ല. ഇപ്പോൾ ബസ് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ സ്വകാര്യ ബസ്സുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക തീർത്ത് എങ്ങനെയാണ്? അവരുടെ ടാക്സിൽ കുറവ് കൊടുത്തു. സ്വാഭാവികമായി ശരിയാണ്. ഞാൻ പറയുന്നത് പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സല്ല, ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടിന് പരമാവധി സൗജന്യം കഴിയുമെങ്കിൽ അവരുടെ പെട്രോളിനും ഡീസലിനും വില കുറച്ച് കൊടുക്കും കൂടി വേണമെന്ന് ഞാൻ പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇത്ര ലിറ്റർ പെട്രോൾ ഡീസൽ വെച്ച് നിങ്ങൾക്ക് കിട്ടും, വില കുറച്ച്. അവർക്ക് വേണമെങ്കിൽ ടാക്സ് ഒഴിവാക്കി കൊടുക്കാം. കാരണം അവർ നിലനിൽക്കണമല്ലോ. കേരളത്തിൽ പ്രൈവറ്റ് ബസ്സല്ലേ കൂടുതൽ, സർക്കാർ ബസ്സല്ലല്ലോ. അപ്പോൾ അവർ നിലനിൽക്കണമല്ലോ. ആ അർത്ഥത്തിൽ വരണം. അത് എന്നിട്ട് അവരോട് സൗജന്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ വിദ്യാർത്ഥി സൗജന്യമായാലും മറ്റു സൗജന്യങ്ങളായാലും ചോദിക്കാം. പക്ഷെ അവർക്ക് അതിനുള്ള അവരെ നിലനിർത്തണം. ഇല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് പൂട്ടിപ്പോയാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം തന്നെ പ്രശ്നമുണ്ട്. കൊറോണ കഴിഞ്ഞിട്ട് പകുതിയിലധികം ബസ് നിർത്തിപ്പോയി. കാരണം അവർക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ടാക്സിൽ ഇളവ് കൊടുക്കുക, അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ കൊടുക്കുക, അങ്ങനെയുള്ള ഇളവുകൾ കൊടുത്തത് നല്ല കാര്യമാണ്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ കാര്യത്തിൽ അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, കേരളം വലിയ തോതിൽ പാപ്പരീകരിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ്. സർക്കാരിൻ്റെ മാത്രമല്ല, ധവളപത്രമൊക്കെ സർക്കാരിൻ്റെയാണ്. ധവളപത്രത്തിൽ പറഞ്ഞൊരു കാര്യം, പദ്ധതി ചെലവിനായി നീക്കി വെച്ച് 20,000 കോടി രൂപ കാണാനില്ല. അങ്ങനെ ഒരു പദ്ധതി വന്നില്ല. ഇത് പറഞ്ഞ പദ്ധതി ഒന്നും അതിൽ വന്നില്ല. മാത്രമല്ല, ഏതാണ്ട് 1,40,000 കോടി രൂപ കൊടുത്തു തീർക്കാൻ. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ 21 മുതൽ DA ആയാലും DR ആയാലും പണി തീരാത്ത ഇതുകൾക്കായാലും അവസാനം ഏതാണ്ട് 388 കോടി രൂപ SC/ST വിദ്യാർത്ഥികളുടെ ഫണ്ട് പോലും കൊടുക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയൊരു തുക കൊടുക്കാനുണ്ട് ഇപ്പം തന്നെ, സ്പെൻഡ് എമൗണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ വലിയ തോതിൽ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വിഷനാണ്.
ഇതിലധികം വന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിന് സമുദ്ര ഇതാക്കും, കോറിഡോർ ആക്കും. സമുദ്ര കോറിഡോർ ആക്കും എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ പറഞ്ഞത് അദാനിക്ക് വേണ്ടിയാണ്, ആയിരിക്കും, അല്ലാന്ന് ഞാൻ പറയണില്ല. അദാനിയെ പോലെ ഒരാൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലുള്ള പ്രധാന 2 തുറമുഖങ്ങൾ കൊച്ചിയും തിരുവനന്തപുരം അല്ലേ, അത് ആരുടെ ഇടയിലാണ്? മല്ലാർപാടം ദുബായ് കമ്പനിയുടെ ഇടയിലാണ്, വിഴിഞ്ഞം അദാനിയുടെ ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പൊ തന്നെ തുറമുഖങ്ങൾ അദാനിയുടെയും സ്വകാര്യ കമ്പനികളുടെയും കയ്യിലാണ്. അപ്പൊ ഇനി തുറമുഖങ്ങൾ വരുമ്പോൾ അതല്ലാതെ കൊണ്ടുവരാൻ കേരള സർക്കാരിന് കഴിയും തോന്നുന്നില്ല. പക്ഷെ അതിൽ ഒരു പോസിറ്റീവ് പോയിന്റ് ഉള്ളത്, തീർച്ചയായും ഒരു ജലപാത കേരളത്തിന് എക്രോസ് ഉണ്ടാവും, കേരളത്തിന് ലെങ്ത്തിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം റോഡ് തിരക്ക് കുറയ്ക്കാനും പൊതുവെ പാരിസ്ഥിതികവും അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞതുമായ മാർഗമാണ് ജലപാത എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അത്തരത്തിലൊരു സാധ്യതയുണ്ടോ പോർട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ? പണ്ട് തന്നെയുള്ള സ്വപ്നമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്കും, കൊച്ചിയിൽ നിന്ന് പൊന്നാനിക്കും, പൊന്നാനിൽ നിന്ന് ബേപ്പൂരിൽ നിന്നും, ബേപ്പൂരിൽ നിന്ന് അഴീക്കലേക്കും ഉള്ള ഒരു ലിങ്ക് ഇട്ടാൽ ഇപ്പൊ ഒന്നും വേണ്ട, കൊച്ചിയിൽ നിന്ന് ടാങ്കറുകൾ പോകുന്നു. ഈ ടാങ്കറുകൾ ഈ റോഡ് മുഴുവൻ ഓടണ്ട. ഈ ജലപാതയിൽ കൂടി പോവുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കൂടുന്നുള്ളൂ. ജലപാതയിൽ കൂടി പോവുകയാണെങ്കിൽ പൊന്നാനി പോയി ഇറങ്ങാം, ബേപ്പൂർ പോയി ഇറങ്ങാം, അഴീക്കൽ പോയി ഇറങ്ങാം, എവിടെ വേണമെങ്കിൽ പോയി ഇറങ്ങാം. എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം റോഡ് ട്രാൻസ്പോർട്ട് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ട്രക്ക് ലോഡഡ് ബാർജൊക്കെ ഉണ്ട്, 5-10 ട്രക്ക് ഫുൾ ലോഡ് അതിൽ കയറ്റി കഴിഞ്ഞാൽ സേഫ്റ്റി ഉണ്ട്. കാരണം അപകടമില്ല. ഈ റോഡിൽ പോകുമ്പോൾ, ടാങ്കർ പോകുമ്പോൾ അപകടം, റോഡിലെ തിരക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് സ്വകാര്യവൽക്കരണം ആണെന്ന് വെച്ചാൽ അല്ലാന്ന് സതീശൻ പറയുന്നില്ല. അതാണ് ഇടതുപക്ഷമായിട്ടുള്ള വ്യത്യാസം. ഇടതുപക്ഷം ഇത് സ്വകാര്യവൽക്കരണം എന്ന് പറയില്ല, എന്നിട്ട് വിദേശ നിക്ഷേപകരെ വിളിച്ചു വരുത്തും, സ്വദേശി ഇൻവെസ്റ്റ്മെന്റ് സംഗമം നടത്തും. ഇൻവെസ്റ്റർ സംഘം എന്തിനുള്ളതാ? സ്വകാര്യവൽക്കരണത്തിന്. മറ്റൊന്ന്, ഈ ബജറ്റിൽ ഞാൻ കണ്ട ഒരു പോസിറ്റീവായ ഒരു കാര്യം, നമ്മൾ പബ്ലിക് സെക്ടറിനെ പറ്റി പറയാറുണ്ട്. പൊതുമേഖല എന്തോ വിശുദ്ധ പശുവാണ് എന്ന രൂപത്തിൽ പറയാറ്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി സതീശൻ പറഞ്ഞു ഒരു ഡാറ്റ വളരെ പ്രധാനം. ആ ഡാറ്റ എന്താണ്? കഴിഞ്ഞ 10 വർഷമായി ഒരു പുതിയ തൊഴിലവസരം പോലും നൽകാത്ത പബ്ലിക് സെക്ടറിന് എന്തിനാണ് സർക്കാർ പണം കൊടുക്കുന്നത്? അങ്ങനെ കാര്യമില്ലേ? പബ്ലിക് സെക്ടറിന് കുറെ മൂല്യങ്ങളുണ്ട്. ഇപ്പൊ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സതീശന് പബ്ലിക് സെക്ടറിന് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ പബ്ലിക് സെക്ടറിന് ഉണ്ടാക്കുമ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ടാക്കി, ഭാരത് ഓയിൽ കോർപ്പറേഷൻ ഉണ്ടാക്കി, മൈനിങ്, അതുപോലെ സ്റ്റീല്, റെയിൽവേ, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IIT പോലുള്ള സ്ഥാപനങ്ങൾ, ഇതൊക്കെ പബ്ലിക് സെക്ടറിൽ ഉണ്ടാക്കി. നെഹ്റുവിയൻ കൺസെപ്റ്റാണ്. ഡാമുകൾ, വൈദ്യുതി നിലയങ്ങൾ ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഇന്ന് ഇതിൻ്റെ പ്രശ്നം എന്താ? ഇന്ന് അത് എത്തി നിൽക്കുന്ന ഒരു പരിസ്ഥിതി അതിന്. പക്ഷേ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ റിവാർഡിങ് അല്ലേ. ഇപ്പോൾ KSRTC നമ്മൾ എപ്പോഴും പറയാറുണ്ട്, KSRTC ലാഭത്തിലാവണമെന്ന് ഞാൻ പറയില്ല. KSRTC നല്ല സർവീസ് ആവണമെന്നാണ് പറയുക. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു, നല്ല കാര്യമാണ്, അത് സർവീസ് ആവണം. KSEB വലിയ ലാഭമൊന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ കെടുകാര്യസ്ഥത വേറെ. ഇത് KSRTCയിലും KSEBയിലും വാട്ടർ അതോറിറ്റിയിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലും ഒക്കെ തന്നെ കെടുകാര്യസ്ഥത, അഴിമതിയും കുറയ്ക്കണം, എഫിഷ്യൻ്റ് ആക്കണം, എന്നിട്ട് ജനങ്ങൾക്ക് സേവനം നൽകണം. ലാഭം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലൊക്കെ നമ്മൾ ലാഭം ഉണ്ടാക്കാൻ നോക്കില്ല. മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്ന ലാഭത്തിനല്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെയുള്ള പബ്ലിക് സെക്ടറുകൾ നമ്മൾ നിലനിർത്തണം. ഇതൊന്നും അല്ലാതെ അലവലാതി പബ്ലിക് സെക്ടറുകൾ ഒരുപാട്. ഇപ്പോൾ പബ്ലിക് സെക്ടർ ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും ഉപയോഗിച്ചിട്ടുള്ളത്, അവനവൻ്റെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ, MLA മന്ത്രിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളെ പബ്ലിക് സെക്ടർ ചെയർമാനോ എന്തെങ്കിലും ആക്കും. ഒരു കാറ് കിട്ടും, കുറേ ഓട്ടം കിട്ടും, ഒരു ഡ്രൈവർ കിട്ടും, ചിലപ്പോൾ ഒരു ഫ്ലാറ്റും കിട്ടും, താമസമുണ്ട്, അടിപൊളി തീയം കിട്ടും. ആ പബ്ലിക് സെക്ടർ സമൂഹത്തിലേക്ക് എന്ത് സംഭാവന ചെയ്യുന്നു? ഇപ്പോൾ ലേബർ ഉള്ള പബ്ലിക് സെക്ടർ ആണെങ്കിൽ ആ പബ്ലിക് സെക്ടർ എന്താണ് തൊഴിലാളിക്ക് ചെയ്തു കൊടുക്കുന്നത്? ഒരു സേവനം എന്താ? ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഹാൻഡ് വീവ്, ഹാൻഡെക്സ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. കേരള കൈത്തറി വികസന കോർപ്പറേഷൻ തട്ടിപ്പ് സ്ഥാപനങ്ങളാണ് മിക്കത്. കാരണം അവർ തമിഴ്നാട്ടിൽ നിന്ന് തുണി എടുത്തുകൊണ്ടെന്ന് ഇവിടെ വിൽക്കുകയാണ്. ഇവിടുത്തെ ഹാൻഡ് വ്യൂകാരൊന്നും ചെയ്യണില്ല. ഇവിടുത്തെ ചേന്നമംഗലം കൈത്തറിക്കൊന്നും അവരെ കൊണ്ട് 5 പൈസയുടെ ഉപയോഗമില്ല. ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അവർ തമിഴ്നാട്ടിൽ നിന്ന് തുണി കൊണ്ടുവന്ന് വിൽക്കുക, അവർക്ക് ലാഭം ഉണ്ടാക്കി അവരെ ശമ്പളം മേടിക്കുക എന്നല്ലാതെ കേരളത്തിലെ കൈത്തറിക്ക് എന്ത് ഗുണമാണ് അവർ ചെയ്തിട്ടുള്ളത്? കശുവണ്ടി വികസന കോർപ്പറേഷൻ, കേരളത്തിലെ കശുവണ്ടിക്ക് അത് കട്ടുമുടിക്കുകയല്ലാതെ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. അവർ നഷ്ടം വരുത്തും. കശുവണ്ടി മേഖലയ്ക്ക് അവരൊരു സംഭാവനയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പബ്ലിക് സെക്ടർ ഉണ്ട്. ബാംബു കോർപ്പറേഷൻ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ഉള്ളതെന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് കിട്ടാനാണ്. ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? കേരളത്തിലെ പബ്ലിക് സെക്ടർ CAG റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ കാണണം, ഓരോ പബ്ലിക് സെക്ടറിന് നേരെ 500 കോടി കടം,
200 കോടി, സഞ്ചിത കടം 500 കോടി, ഈ വർഷത്തെ കടം 30 കോടി, അങ്ങനെ കൂടി വരികയാണ്. നഷ്ടങ്ങൾ മാത്രം. നഷ്ടവും കടവും, പിന്നെ കടവും, ഈ വർഷം നഷ്ടം, മുമ്പത്തെ കടം. ഇതിന് സർക്കാർ പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടി? അവിടെയുള്ള കുറച്ച് എംപ്ലോയീസിനും കുറച്ച് രാഷ്ട്രീയ നിയമനത്തിനും വേണ്ടി. ഒരു പുതിയ, അതാണ് പറഞ്ഞതിലൊരു കാര്യം, ഒരു പബ്ലിക് സെക്ടർ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം, തൊഴിലും നൽകണം. ഇത് രണ്ടും നൽകുന്നില്ല. പുതുതായി തൊഴിലവസരങ്ങളില്ല, ഒരു ആളെ പോലും മറ്റേ ഒരു ജനങ്ങൾക്ക് ഉപകാരമില്ല, തൊഴിലാളിക്ക് ഉപകാരമില്ല, മുതലാളിക്ക് ഉപകാരമില്ല, ആ കോർപ്പറേഷനിലുള്ളവർക്ക് മാത്രം ഉപകാരമായിട്ട് അങ്ങനെ സ്ഥാപനം തുടരാൻ പറ്റില്ല. തുടരരുതെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ സതീശൻ പറഞ്ഞത് നിർത്തുമെന്ന് പറഞ്ഞില്ല, പക്ഷെ അവർക്ക് വേണ്ടി പണം പമ്പ് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എടുത്താൽ 3 സ്ഥാപനങ്ങൾ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഒന്ന് ഇരുമ്പനത്ത് ട്രാക്കോ കേബിൾ, മറ്റൊന്ന് അത്താണിയുള്ള ക്യാംകോ, പഴയ അഗ്രി മെഷീനറി ട്രാക്ടറും ഡ്രില്ലറും ഒക്കെ ഉണ്ടാക്കണം, അപ്പുറത്ത് ടെൽക്ക്. ഇതൊക്കെ നല്ല സ്ഥാപനങ്ങളായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പം എല്ലാം പൂട്ടണ അവസ്ഥയിലാണ്. ഇതുപോലെ നിരവധി. എന്തുകൊണ്ടാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ കെടുകാര്യസ്ഥതയും ഒക്കെ ഉണ്ട്. പിന്നെ ഇവരെ കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ല ഇവർക്കുള്ള. അതുകൊണ്ട് ഇതൊരു റിവ്യൂ ആവശ്യമാണ്. ഇതിന് മറ്റൊരു പ്രശ്നം, ഇതിൻ്റെയൊക്കെ കയ്യിൽ വലിയ ഭൂമിയുള്ള സാധനങ്ങൾ, കുറേ ഭൂമിയുണ്ട് ഇവർക്കൊക്കെ. എന്തിനാ ഭൂമിയെന്ന് അറിയില്ല, കുറേ ഭൂമിയുണ്ട്. ഈ ഭൂമി ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇവരുടെ കടം കൂടുന്നു, ഭൂമിയാണ് ഇവരുടെ ആസ്തി കാണിച്ചാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭൂമി ശരിയായ കാര്യത്തിന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിലേത് പബ്ലിക് സെക്ടറിനെങ്കിലും മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയുമെങ്കിൽ മെച്ചപ്പെടുത്താം, ഒരു കുഴപ്പമില്ല. പബ്ലിക് സെക്ടർ വേണമെന്നുള്ള ആളാണ് ഞാൻ, ജനങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത് റിവൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ മെർജ് ചെയ്യുകയോ ചെയ്ത് സർക്കാരിൻ്റെ നിരന്തരം, സർക്കാർ എല്ലാ വർഷവും ഇങ്ങനെ പൈസ കൊടുക്കുക എന്നല്ലാതെ ഒരു ഗുണമില്ലാണ്ട് കൊടുക്കുന്ന പൈസ ഒഴിവാക്കണം. സതീശൻ പറഞ്ഞിട്ടില്ല. ഇനി അതിൽ ആരെങ്കിലും സ്വകാര്യവൽക്കരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടുള്ള സ്വകാര്യ മേഖല കൊണ്ടുപോട്ടെ, ചെയ്യട്ടെ. അത് സ്വാഭാവികമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ബോർഡല്ല, ഇപ്പോൾ കമ്പനിയാണ്, ലിമിറ്റഡാണ് എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ റെഡിയാണ് വേണമെങ്കിൽ. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് വിൽക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത് ഒരു അവശ്യ സേവനമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു റിവ്യൂ ഇതിൽ നടക്കേണ്ടതുണ്ട്. ധൈര്യമായി ഇത് പറയുന്നു സതീശൻ എന്നുള്ളതാണ് സതീശനെ എനിക്ക് അതിലുള്ള ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടാവാം, പക്ഷേ അദ്ദേഹം ഞാൻ ഇന്ന രീതിയിലാണ് പോകുന്നത് എന്ന് പറയുന്നു. ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്നില്ല, സത്യം സത്യമായി പറയുന്നു. അതിനൊരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം അത് ഞാൻ പറഞ്ഞേ, വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുകയാണ് സതീശൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് വിരോധമുള്ള ചില പല കാര്യങ്ങൾ, സംശയമുള്ള വിരോധം ഞാൻ പറയുന്നില്ല, സംശയം ദൂരീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റെയർ എർത്ത് കോറിഡോർ എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം. സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനം അനുവദിക്കാൻ പോകുന്നു സതീശൻ സർക്കാർ എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. ഈ EDയുടെ കേസ് എന്താ? ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ കർത്താവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ കൊടുത്തത്, മാസപ്പടി കൊടുത്തതെന്ന് ക്ലിയറാണ്. ഇപ്പൊ കർത്താവ് കൊണ്ടുപോകില്ലേ? ഇപ്പൊ കർത്താവ് നിയമവിരുദ്ധമായി കൊണ്ടുപോകും. കർത്താവ് നിയമ അനുകൂലമായി കൊണ്ടുപോകുന്ന നോക്കട്ടെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പാരിസ്ഥിതിക, സാമ്പത്തിക, സാമൂഹ്യ ആഘാതങ്ങളൊക്കെ പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും കാര്യം ചെയ്യാവോ. അത് പഠിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ശ്രീധരൻ്റെ റെയിൽ പദ്ധതി വന്നപ്പോൾ അത് പഠിക്കാൻ വിദഗ്ധരുടെ സമിതിയെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിൽ ഓരോ പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്നുള്ളത് പബ്ലിക്കായിട്ട് പറയണം. എന്നിട്ട് രാത്രി നിങ്ങളുടെ വീടിനകത്തുകൊണ്ട് കുറ്റിയടിക്കല്ല വേണം. അത് ചെയ്യാൻ പാടില്ല. സുതാര്യമായി പബ്ലിക് ഡിസ്കോഴ്സിന് ശേഷം പദ്ധതികൾ നടപ്പാക്കുക. എതിർപ്പുണ്ടാവാം. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ അംഗീകാരത്തോടുകൂടി പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. കാരണം അവരിനിപ്പോൾ എല്ലാത്തിനും സമരം തുടങ്ങും. ഇപ്പോൾ വിഴിഞ്ഞം ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ സമരം ചെയ്തത് ഇടതുപക്ഷമാണ്. അത് കടൽ കൊള്ളയാണ്, അപ്പടിയാണ് ഇപ്പിടിയാണെന്ന്. ഇപ്പോൾ സതീശനെ പറ്റിയൊരു വാദം ഉണ്ടല്ലോ, സതീശൻ അദാനിയെ കണ്ടിട്ടില്ല. ഞാൻ പറയില്ല, എനിക്ക് സതീശനെ ഭവിച്ചേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അദാനി AKG സെൻറ്ററിൽ വന്ന കാര്യം നമ്മൾ മറന്നുപോയി. ഗൗതം അദാനി AKG സെൻറ്ററിൽ വന്ന് ചർച്ച നടത്തിയതിന് ശേഷമാണ് വിഴിഞ്ഞം പദ്ധതി ഇടതുപക്ഷ സർക്കാരിന് സ്വീകാര്യമായത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അദാനി വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് ഇനി സ്വകാര്യ മൂലധന നിക്ഷേപം വരണമെങ്കിൽ അത് അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും യൂസഫ് അലിയിൽ നിന്ന് തന്നെ വരണം. വേറെ ആരിൽ നിന്നും വരാനൊന്നുമില്ല. അല്ലെങ്കിൽ വിദേശ കമ്പനികളിൽ നിന്ന് വരണം. നമുക്ക് നോക്കാം സതീശൻ്റെ സ്വപ്നം, വിഷൻ നടക്കുമോ എന്നുള്ളത് ഒരു വർഷം, അടുത്ത ബഡ്ജറ്റ് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.